ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വെക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അൽഫാം മന്തിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. മീഡിയം സൈസിലാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചിക്കനെ 4ആയിട്ടാണെങ്കിലും കട്ട് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ചിക്കനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് അരച്ച് പുരട്ടി നമുക്കൊരു വെക്കണം. അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഒരു 4-5 കഷ്ണമായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കരിയാപ്പല എന്നിവ ചേർത്ത് നമുക്ക് ആദ്യം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് വേണം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് ആദ്യം നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 നുള്ള് ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമല്ല ചേർക്കുന്നത്, തൈരാണ്. അപ്പം ഞാൻ 2 സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് പേസ്റ്റ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഇതിട്ട് കൊടുത്ത് നല്ലപോലെ പുരട്ടിയെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തക്കത്തക്ക രീതിയിൽ വേണം നമ്മളിത് പുരട്ടിയെടുക്കാനായിട്ട്. വലിയ പീസ് ചിക്കനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2-3 വര വരഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മസാലയൊന്നും ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കത്തില്ല. അപ്പോൾ നല്ലപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തക്കത്തക്ക രീതിയിൽ വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു 5-6 മണിക്കൂർ നമ്മൾ മിനിമം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് വെച്ചു. ഇപ്പോൾ ഇതാ നമ്മളൊരു 6 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ ചിക്കനാണ്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഇഡ്ഡലിച്ചെമ്പിലേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിച്ചെമ്പിലേക്ക് എടുക്കുന്നത് നമ്മൾ ഇതിൻ്റെ ആവി കയറ്റിയിട്ട് ആ വെള്ളം നമ്മൾ താഴേന്ന് എടുത്ത് വേണം നമുക്ക് അരി ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇഡ്ഡലിച്ചെമ്പിൻ്റെ കിഴുത്ത തട്ടിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവി കയറുമ്പോഴത്തേക്കും ചിക്കനിൽ നിന്നുള്ള വെള്ളം നമുക്ക് നമ്മുടെ താഴത്തേക്ക് പോകും. അപ്പോൾ ആ വെള്ളം നമുക്ക് എടുക്കണം. നമുക്കതാണ് ആവശ്യമുള്ളത് റൈസ് വെക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുത്ത് നല്ല 2 സൈഡ് നമുക്ക് ഒരുപോലെ ആവി കയറ്റി എടുപ്പിക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇത് അത്യാവശ്യം ഒന്ന് വേകുകയും ചെയ്യും. എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ആവി തട്ടി അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റൂ കിട്ടുകയും ചെയ്യുവേ. മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് അത് അത്യാവശ്യം ഒന്ന് വെന്ത് നമുക്ക് ചിക്കൻ കിട്ടും, ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് നമുക്ക് വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്ക് 2 സൈഡ് ഒരുപോലെ വെന്ത് ആവി കയറി നമുക്ക് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളി. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇതിൻ്റെ 1 കപ്പ് നമുക്ക് റൈസിന് ആവശ്യമായിട്ടുണ്ട്. ബാക്കി നമ്മൾ മന്തി കഴിക്കുന്ന സമയത്ത് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ ഒരു തക്കാളി ചട്നി കിട്ടാറുണ്ടല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്കി നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് മാത്രമേ നമുക്ക് റൈസിലേക്ക് ആവശ്യമുള്ളൂ. ബാക്കി നമുക്ക് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ, നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാട് നേരം അടച്ച് വെച്ച് ഇത് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മളിത് നല്ല രീതിയിൽ തന്നെ ആവി കയറ്റി വെന്തതായതുകൊണ്ട് നമുക്ക് നല്ലപോലെ മൊരിച്ച് നല്ലൊരു ബ്രൗൺ കളറാക്കി നമുക്കിത് നല്ലപോലെ ഫ്രൈ ചെയ്ത് 2 സൈഡും നല്ലപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുത്താൽ മതി. ഇപ്പം 2 സൈഡും നമുക്ക് നല്ലപോലെ മൂത്ത് കിട്ടും. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കണം. ഇപ്പോൾ ഇതാ 1 സൈഡായിട്ടുണ്ട്. നമുക്ക് 2 സൈഡും ഒരുപോലെ മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. 2 സൈഡും മൂത്ത് ഞാൻ റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള റൈസ് എടുക്കാം.
അതിനുവേണ്ടി ഞാനൊരു 2.25 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ്. നമുക്ക് നീളമുള്ള റൈസാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് റൈസിന് ആവശ്യമായ ബെലി ലീഫ്, ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്കായ, നമ്മുടെ ഉണക്ക നാരങ്ങ എന്നിവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് കുക്കറിലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ ഗീ ഒഴിച്ചു കൊടുക്കണം. വെജിറ്റബിൾ ഗീ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിയതിന് ശേഷം വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ ഒഴിച്ചു വെച്ച വെള്ളം കണ്ടില്ലേ, ആ ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി നമുക്ക് നല്ല സ്റ്റൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ 1 ഗ്ലാസ് തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനെ അളന്നാണ് നമ്മൾ നമ്മുടെ കുക്കറിലേക്ക് നമ്മളിനി നമ്മുടെ റൈസിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ 2.25 ഗ്ലാസ് റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഗ്ലാസ്സിനെ തന്നെ അളന്ന് നോക്കി വേണം നമ്മൾ ഒഴിക്കാൻ. അളവ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ റൈസ് വെന്ത് പോകും, ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ നമ്മളിത് അളന്ന് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. അപ്പോൾ എനിക്കിതിൽ 2.25 ഗ്ലാസ് വെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം വേണ്ടതുകൊണ്ട് ബാക്കി ഞാൻ നോർമൽ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് 3 ഗ്ലാസ് കറക്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത്. കണ്ടില്ലേ, എനിക്ക് 2 ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുള്ളൂ. ഇനി എല്ലാം നല്ലപോലെ ചെയ്ത് നമുക്ക് ഉപ്പും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇളക്കണം. ഇളക്കി ഒരുപാട് നേരം ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കണം. അടച്ചു വെക്കുമ്പോൾ നമ്മൾ വിസിൽ ആദ്യം ഇടാൻ പാടില്ല. വിസിലിടുന്നതിന് മുമ്പ് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ആവി പോയതിന് ശേഷം മാത്രമേ നമ്മൾ വിസിലിട്ട് കൊടുക്കത്തുള്ളൂ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ തീ വെച്ചിരിക്കുന്നത്. ഒരുപാട് തീ കൂട്ടിയും വെക്കണ്ട, പെട്ടെന്ന് വിസിലടിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടില്ലേ, ഈ ആവി പോയ സമയത്ത് നമുക്ക് വിസിലിട്ട് കൊടുക്കാം. ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ബാക്കി വന്നിരിക്കുന്ന തക്കാളി പേസ്റ്റിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം. ആ സമയത്ത് ഇവിടെ വിസിൽ വന്നു, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തക്കാളി പേസ്റ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. ഈ തക്കാളിയുടെ പേസ്റ്റും ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ മാത്രം നമ്മൾ ചേർത്താൽ മതി. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സമ്മന്തി നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസിൻ്റെ ആവിയെല്ലാം സ്റ്റീമെല്ലാം പോയി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഒട്ടിയിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ കറക്റ്റ് വേവുമാണ്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഓരോ പീസും നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സമയമൊന്നും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നല്ല ടേസ്റ്റിയാണ്. റൈസൊക്കെ ആണെങ്കിലും വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതും കൂടെ കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ റെഡിയാവും. നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് റെഡിയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.